Hi friends, welcome to my channel Fun Edu, Education through Fun. So, in the how to write numbers from 0 to 9, that is mathematics. Currently, video capital letters numbers we need the help of certain lines and curves, and these lines were standing line, sleeping line, slanting line, and two curves. Standing line, sleeping line, slanting lines, two curves. That is mathematics aids. Okay, and the thing about mathematics is that these 10 numbers are big numbers. Okay, that is the benefit of mathematics. So, 10 numbers are capital letters, we need to know 26 capital letters, we know small letters, we know the cursive handwritings, then words. You know, in Malayalam 56 letters we have to learn. Adinte vaakukal vera padikkanam, swaraksharangal vyajanaksharangal vyatyasaപ്പെടുത്തി പഠിക്കണം, ഹിന്ദി അതുപോലെ. പക്ഷേ mathematics is very simple and very interesting, and the simplest part is that we need to learn only 0 to 9, that is total 10 numbers പഠിച്ചാൽ നമുക്ക് we know maths. Okay, so maths very simple and a very attractive subject. So let's learn mathematics. Mathematics, English is 4-line books compulsory. Malayalam and Hindi 2-line books compulsory. Mathematics lines line book chumma board chumma book white paper and the doubt actually other correct pakshe, you know, there is a but there. പക്ഷേ നമുക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലൈൻ ബുക്ക് ഇല്ലെങ്കിൽ അവർക്ക് ഹൊറിസോണ്ടലായിട്ട് എഴുതി പോകാൻ പറ്റില്ല. അവർ എഴുതുമ്പോൾ ചരിഞ്ഞു പോകും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോകും, ഇങ്ങനെ അല്ലെങ്കിൽ മേലോട്ട് ആയിപ്പോകും. ദാറ്റ് ഈസ് വൺ തിങ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് മാത്തമാറ്റിക്സ് ആണെങ്കിലും വി ആർ യൂസിങ് സർട്ടൻ കർവ്സ്. അപ്പോൾ ഈ കർവ്സ് ഹൊറിസോണ്ടൽ ആണോ, മീൻസ് സ്ലീപ്പിംഗ് ആണോ, സ്റ്റാൻഡിങ് ആണോ, സ്ലാൻഡിങ് ആണോ എന്നൊക്കെ വി നീഡ് ടു ഹാവ് എ റെഫറൻസ്. സോ ദാറ്റ് റെഫറൻസ് ഇസ് ആക്ച്വലി അവർ ലൈൻസ്. For example, if you're having a single line book, this is a single line book. Okay, a single line book ആണെങ്കിൽ ഈ single line bookil ഒന്നാമത്തെ കാര്യം either this helps them to write in straight lines, that is one thing. Second thing is how much big number you have to എത്ര വലുതായിരിക്കണം നമ്പർ. ഞാൻ പറഞ്ഞു ഒരു ബോർഡിൽ വെറുതെ എഴുതുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ വലിപ്പം അറിയില്ല, ചെറുപ്പം അറിയില്ല. പക്ഷേ ഒരു ലൈൻ ഉള്ള ഇതിൽ നമുക്ക് അതിൻ്റെ സൈസ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6 എഴുതാനാണെങ്കിൽ വി നീഡ് എ ബിഗ് C curve and then a closed circle, that is for 6. But for writing 8 we need 2 small curves closed like this. Appo there is a difference in the size of the curves, right? അപ്പോൾ ഈ സൈസ് ഡിഫറൻസ് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നമ്മൾ ആ ലൈൻസിൽ തട്ടി പറഞ്ഞു കൊടുത്തല്ലോ. പിന്നെ എന്തിനാണ് ഈ 2 ലൈൻസിൽ മുട്ടി ഇത്രയും വലുതാക്കി എഴുതാൻ പറയുന്നത്? ബിക്കോസ് ഐ എം പ്രിഫറിങ് ലൈക്ക് ദാറ്റ്. 2 ലൈൻസിൽ മുട്ടി വലുതാക്കി തന്നെ എഴുതാൻ ആദ്യമേ, അതായത് ആദ്യം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത്. ദാറ്റ് ഈസ് ഫ്രം മൈ എക്സ്പീരിയൻസ്. ബിക്കോസ് ഇവർ പിന്നെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ടീച്ചേഴ്സ് ബോർഡിലൊക്കെ എഴുതുമ്പോൾ ഒരു ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ടാവും. അപ്പം ടീച്ചർ കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവർ ഈ സ്പീഡ് ക്യാച്ചപ്പ് ചെയ്ത് എഴുതാൻ വേണ്ടി സ്പീഡിൽ എഴുതും. അപ്പോൾ സ്പീഡിൽ എഴുതുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് തനിയെ കുറയും. ഓക്കെ, അതായത് അവർ മുട്ടുന്ന കാര്യം അങ്ങ് മറന്നു പോകും. again they start writing little smaller, ഇത്രയാവും, പിന്നെ കുറച്ച് ഇങ്ങനെയാവും, ഇങ്ങനെയാവും. this ഇവിടം വരെ ഇറ്റ്സ് ഓക്കെ. that normally happens because ആ സ്പീഡ് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി അവർ സ്പീഡിൽ എഴുതുമ്പോൾ, ടീച്ചറിൻ്റെ സ്പീഡ് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി എഴുതുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ദാറ്റ് ഹാപ്പൻസ്. അപ്പോൾ ഈ മുട്ടുന്ന കാര്യമൊക്കെ അവർ മറന്നു പോകും. അപ്പം വി ഹാവ് ടു മോണിറ്റർ ദെയർ നോട്ട് ബുക്സ്. എല്ലാ സബ്ജക്ട്സ് ബുക്സും ദയവേത് പേരൻസ് വീട്ടിൽ വന്ന ഉടനെ ഒന്നാമത് എല്ലാ ബുക്സും ഉണ്ടോ നോക്കുക, രണ്ടാമത് എല്ലാ ബുക്സിനകത്ത് കുഞ്ഞുങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടം വരെയൊക്കെ ആണെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ, ദാറ്റ് ഹാപ്പൻസ് നോർമലി. പക്ഷെ അതിലും ചെറുതായി പോവുകയാണ്, ഈ ചെറിയ 6 ഒക്കെ ആയി പോവുകയാണെങ്കിൽ അഗെയിൻ വി ഹാവ് ടു കറക്റ്റ് ദാറ്റ്. കുറച്ചുകൂടെ വലുതാക്കി എഴുതണം എന്ന് പറഞ്ഞു കൊടുക്കണം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ as maths is concerned, because when we write subtraction and addition, you know, അപ്പം നമ്മൾ സ്പീഡിൽ 1 എഴുതാണ്,
7 എഴുതാണ്. കുഞ്ഞുങ്ങൾ സ്പീഡ് എഴുതി പോകുമ്പോൾ ചിലപ്പോൾ 7 ഇതുപോലെ ഇരിക്കും. താഴത്തെ വര ഇടാൻ മറന്നു പോവുകയാണെങ്കിൽ they will get confused. ഇപ്പോൾ 7 + 2 എന്ന് എഴുതി, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 7 ആണോ ലൈക്ക് 1 + 2 എന്നാണ് എഴുതാൻ ഉദ്ദേശിച്ചത്, പക്ഷെ താഴത്തെ ലൈൻ വിട്ടുപോയി. അപ്പം അവർക്ക് പിന്നെ നോക്കുമ്പോൾ 7 അല്ലേ, 7 + 2 is 9. Right? The answer has got wrong now because actually it was supposed to be 1 + 2. Right? അപ്പോൾ the thing is നമ്മൾ മോണിറ്റർ ചെയ്യുക, പ്ലസ് ഈ വരകൾ ഇപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന വരകളെല്ലാം തന്നെ ഉണ്ടോ എന്ന് നോക്കുക. 1 7 ഈ ഡിഫറൻസിയേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ചിലപ്പോൾ നമ്മൾ സ്പീഡിൽ 7 എഴുതുമ്പോൾ ഇങ്ങനെ ആയിപ്പോവും. അപ്പം 1 ഇങ്ങനെയാണ്. മൈ സൺ യൂസ് ടു റൈറ്റ് 7 ലൈക്ക് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഓൾസോ. സോ ചിലത് വി നീഡ് കണ്ടിന്യൂസ് കറക്ഷൻ. ഓക്കെ, സോ ദിസ് ലൈൻസ് ആൻഡ് ഇത് ലൈൻ തട്ടണം, ചെറുതായി ഒരുപാട് ചെറുതായി പോയി കഴിഞ്ഞാലേ ഇപ്പം ലൈക്ക് 6 ചിലർ സ്പീഡിൽ വരുമ്പോൾ ഇങ്ങനെ ആയിപ്പോവുമേ. സോ ലേറ്റർ ഓൺ വെൻ ദേ ചെക്ക് ദേ കനോട്ട് ഐഡൻറ്റിഫൈ വെദർ ഇറ്റ് ഇസ് 0 or 6. ലൈക്ക് 6 + 2 എന്നായിരിക്കും പിന്നെ എടുത്ത് നോക്കുമ്പോൾ 6 ആണോ 0 ആണോ എന്നറിയില്ല. സോ because the size is also small, we cannot also differentiate whether it is 6 or 0. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കുറച്ച് വലുതാക്കി തന്നെ എഴുതാൻ പറയുക. പിന്നെ പതിയെ ചെറുതാവുമ്പോൾ ഒരു ആവറേജ് സൈസ് ഓഫ് ലെറ്റേഴ്സ് നമ്പേഴ്സ് വി നോ, ആ ആവറേജ് സൈസും കഴിഞ്ഞ് ചെറുതായി പോകാതിരിക്കാൻ സമ്മതിക്കാതിരിക്കുക. പിന്നെ ഈ കൺഫ്യൂഷൻ വരുന്ന കുറേ ലെറ്റേഴ്സ് ഉണ്ട്. 9 ചിലർ ഈ 9 പോലെ 4 ചിലരുടെ 4 ഇങ്ങനെയാണ്. അപ്പോൾ അതുപോലെ സ്പീഡിൽ എഴുതി പോകുമ്പോൾ 9 ആയിപ്പോവും. ഈ ട്രയാങ്കിളൊക്കെ മാറി സർക്കിളാവും. അപ്പം 9 ആണോ 4 ആണോ എന്ന് അറിയാൻ പറ്റില്ല, 6 ആണോ 0 ആണോ എന്ന് അറിയാൻ പറ്റില്ല, 1 ആണോ 7 ആണോ എന്ന് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി എസ്പെഷ്യലി മാത്തമാറ്റിക്സ് യു ഹാവ് ടു കണ്ടിന്യൂസ്ലി മോണിറ്റർ യുവർ കിഡ്സ് നോട്ട്ബുക്സ് മോണിറ്റർ ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് റൈറ്റിംഗ് നമ്പേഴ്സ്. Okay, so what is the order of numbers we are learning? 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 10 വേണ്ട. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. These are all the 10 numbers we need to learn how to write. Okay, അപ്പോൾ ഇപ്പോൾ ഞാൻ എഴുതിയ സീക്വൻസ് ലൈക്ക് 3 എഴുതിയ മെത്തേഡ്, 8 എഴുതിയ മെത്തേഡ്, 4 എഴുതിയ മെത്തേഡ് ആൾ നമ്മൾ വലിയ ആൾക്കാർ എഴുതുന്ന പോലെ തന്നെയാണ് എഴുതിയത്. ബട്ട് വെൻ വി ടീച്ച് ദം അഗൈൻ വി നീഡ് ട്രിക്സ്. ദാറ്റ്സ് എ പ്രോബ്ലം ബിക്കോസ് ദേ ആർ കിഡ്സ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അവർക്ക് എപ്പോഴും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും എളുപ്പമാക്കി കൊടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ദേ വിൽ ലവ് ദ സബ്ജക്റ്റ്. So let's start with 0. Single line book. Single line book le edan pona. 0 is very very simple. We have learned curves, alle. Net nammal curves പഠിച്ചായിരുന്നു, രണ്ട് different curves, C curve and D curve. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന curves dots ഒക്കെ ഇട്ടു വരച്ചു. ഈ രണ്ട് curvesഉം ചേർത്ത് വെച്ചാൽ മതി. രണ്ട് curvesഉം ചേർന്നിരിക്കുന്ന dots ഇട്ടു കൊടുക്കുക. Actually, some children don't need these curves for writing 0. ചിലർ പെട്ടെന്ന് 0 തന്നെ എഴുതിക്കോളും. ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ആദ്യം രണ്ട് കർവ്സ് ചേർത്ത് വെച്ചിട്ടാണെന്ന് പറഞ്ഞു കൊടുക്കുക. ചിലർക്ക് സർക്കിൾ വരയ്ക്കാൻ ഓൾറെഡി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ കാണും. ദേ വിൽ ഡയറക്ട്ലി ഡ്രോ സർക്കിൾ. അപ്പോൾ സർക്കിൾ വരയ്ക്കുമ്പോൾ വലുതാക്കി തന്നെ വരയ്ക്കാൻ പറയാം. ചിലർ ഇങ്ങനെ വരയ്ക്കും, ചിലർ തിരിച്ച് വരയ്ക്കും. ഇപ്പോൾ അത് കറക്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് ഫൈനലി 0 ആണെന്ന് അറിഞ്ഞാൽ മതി. They will develop their own style of writing afterwards, like first standard, second standard ഒക്കെ ആകുമ്പോൾ ഒരു സ്റ്റൈൽ അവർക്ക് വരും. അപ്പം 0 ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ചിലർക്ക് ഓവൽ 0 ആണ്. It's also okay as far as it is a closed structure. പക്ഷേ പ്രിഫറബിളി നമുക്ക് ടെക്സ്റ്റ് ബുക്സിലൊക്കെ കാണാൻ പറ്റുന്ന 0 is a perfect circle 0. ഓക്കെ, അപ്പോൾ രണ്ട് കേർവ്സ് ചേർത്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. രണ്ട് കേർവ്സ് ചേർക്കുക, ഇങ്ങനെ ഇങ്ങനെ. കുഞ്ഞുങ്ങൾക്ക് ചിലർ ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്, കേർവ്സ് ചേർത്ത് ഇങ്ങനെ എഴുതും. പതിയെ ഇതായി കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സർക്കിൾ. സർക്കിൾ തന്നെ വരയ്ക്കാൻ പറയാം.
clockwise, anti-clockwise is not significant for zeros. It's okay. It's okay. ഓരോരുത്തരുടെ എളുപ്പം ഓരോരുത്തരുടെ രീതി ഏതാണോ കുഞ്ഞുങ്ങൾക്ക് എളുപ്പം അവരതുപോലെ എഴുതും. സി യു ഹാവ് ടു സീ ദാറ്റ് ഇറ്റ് ഇസ് ക്ലോസ്ഡ്. ഒന്ന് ക്ലോസ്ഡ് ആയിരിക്കണം, അവിടെ വന്ന് ഇങ്ങനെ നിൽക്കരുത്. ദാറ്റ് ഈസ് റോങ്. ചില ടീച്ചേഴ്സ് അല്ല, നമ്മൾ പേരൻസ് തന്നെ മുട്ട നിനക്ക് ഞാൻ മുട്ട ആൻസർ തെറ്റിപ്പോയി, നിനക്ക് ഞാൻ മുട്ട തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മുട്ട സീറോ ആണോ ഓവലാണോ എന്ന് നമുക്ക് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ zeros are preferably circles. Okay. Now what do you mean by zero? Zero ennu vechal enduvan? Like how many pens do I have now? I have one pen, right? I have one pen with me. Now how many pens do I have now? I have two pens. Now tell me how many pens I have now. 3 pens, right? Now I have how many pens in my hands? 20 pen illa. Pen edu poi? I don't have any pens in my hands. I have no pens in my hands. I have 0 pens in my hands. That means I have nothing in my hands. Nothing. No. Onnum illa ennalladinte meaning aanu 0. Very beautiful number 0. Okay, so how will you write 0? 2 curves closed. You can write like this. This is 0. 0 വലുതാക്കി തന്നെ വരയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ ചെറുതായിക്കോളും. ഒരുപാട് ചെറുതാകുമ്പോൾ നമ്മളെങ്കിൽ കറക്റ്റ് ദം ഒരു മീഡിയം സൈസിൽ വരുന്ന രീതിയിൽ. ആ സൈസ് റെസ്ട്രിക്ഷൻ ശരിക്കും കുഞ്ഞുങ്ങൾക്ക് ശരിക്കും ആ സൈസിലേക്ക് വന്ന് നിൽക്കുന്നത് ഐ തിങ്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോൾ ഉള്ള ആ ഒരു സൈസ് ദാറ്റ് വിൽ ഗോ ഓൺ അപ് ടു ഹയർ ക്ലാസ്സസ്. അപ്പോൾ ആ സമയത്ത് സ്റ്റിൽ ദെൻ നോട്ട് ടിൽ ദെൻ വി നീഡ് ടു മോണിറ്റർ അവർ കിഡ്സ് ഓൾ ത്രൂ എ ലൈഫ്. ബട്ട് സ്റ്റിൽ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് ചെറുതായി പോയി കഴിഞ്ഞാൽ അഡീഷനൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ സബ്ട്രാക്ഷനൊക്കെ വരുമ്പോൾ നമ്പേഴ്സ് ഏതാണ് ലൈക്ക് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻസ് പോലെ ആയിപ്പോയി കഴിഞ്ഞാൽ യു നോ വാട്ട് ഐ മീൻ ദി ഹാൻഡ് റൈറ്റിങ്സ് എസ്പെഷ്യലി നമ്പേഴ്സിന് അത് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് ദേ ഹാവ് ടു ഡു ലോട്ട് ഓഫ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. നെക്സ്റ്റ് നമ്പർ ഇസ് 1. ഹൗ മെനി പെൻ ഡു ഐ ഹാവ് വിത്ത് മീ? 1 പെൻ. ദാറ്റ് ഈസ് 1. ഒരു പേന 1. സ്മോൾ സ്ലാൻഡിംഗ് ലൈൻ, a big standing line, a small sleeping line. എങ്ങനെയാണ് 1 എഴുതുന്നത്? A small slanting line, a big standing line, small sleeping line. Small slanting line, big standing line, small sleeping line. Small slanting line, big standing line, small sleeping line. Okay? This is how you have to tell them. Dots ഇട്ട് കൊടുക്കുക. ഈ സ്ലാൻഡ് കൂടി പോകാൻ പാടില്ല. ഇങ്ങനെ അല്ല 1 എഴുതുന്നത്. This is wrong. ഇങ്ങനെ അല്ല 1 എഴുതുന്നത്. That is also wrong. Then what? ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും it's not good, no? ഇവിടെ ഒരു വര ഉണ്ടെങ്കിൽ ഇവിടെ വര വേണം. ചിലർ ഇങ്ങനെ 1 എഴുതും. ചില ടീച്ചേഴ്സ് ഓൾമോസ്റ്റ് ഓൾ ബുക്സ് ഐ ഹാവ് സീൻ 1 ലൈക്ക് ദിസ്. നമ്മൾ ഒരുപാട് ഡോട്ട്സ് ഉള്ള ബുക്സ് സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. മോസ്റ്റ് ഓഫ് ദ ബുക്സ് ഐ ഹാവ് സീൻ 1 ലൈക്ക് ദിസ്. ഇങ്ങനെയൊക്കെ നമ്മൾ അവസാനം എഴുതുമെങ്കിലും ഇറ്റ്സ് പ്രിഫറബിൾ ടു റൈറ്റ് 1 വിത്ത് എ സ്ലീപ്പിംഗ് ലൈൻ ഇൻ ദ ബോട്ടം ആൻഡ് എ സ്മോൾ സ്ലാൻഡിംഗ് ലൈൻ ഇൻ ദ ടോപ്പ്. അപ്പം ഇതിൻ്റെ വലിപ്പ ചെറുപ്പമൊക്കെ അറിയണമെങ്കിൽ ലൈൻസിനകത്ത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. Okay, so that is 1. How will you write? Small slanting line, a big standing line and a small sleeping line. Small slanting line, big standing line and a small sleeping line. Put dots. Ippam spelling പഠിപ്പിക്കാൻ നിൽക്കരുത്. Just teach them what is the meaning of 1 and how to write 1. Okay. Which is the next number we need to learn? 2. Right? Now I have how many pens with me? 1. Now I have how many pens with me?
2. 1, 2. So I have 2 pens. So how will you write 2? 2 is very simple. Like you need a C curve, you need a D curve and a sleeping line. C curve, sleeping line. C curve, sleeping line. C curve which change again. This is the perfect 2. We all know that. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും 2 എഴുതുന്നത്. ഇറ്റ്സ് എ ഗുഡ് ലുക്കിംഗ് 2. പക്ഷേ കുഞ്ഞുങ്ങൾ ആദ്യം പഠിപ്പിക്കുമ്പോൾ ഇതാണ് എളുപ്പം. ഡി കർവ് ആൻഡ് ഒരുപാട് വലിയ ഡി കർവ് ആവാൻ നോക്കാതിരിക്കുക. ഡി കർവ് ആൻഡ് ഓക്കെ D curve and a sleeping line. D curve, 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 sleeping line. Okay. നമുക്ക് നമ്മൾ വലിയവരൊക്കെ ഇപ്പോഴും അപ്പോഴും ഒക്കെ 2 എഴുതിക്കൊണ്ടിരുന്ന വേറെ പല രീതികളുണ്ട്. ഇങ്ങനെ 2 എഴുതുന്നവരുണ്ട്, ദെൻ ഇങ്ങനെ 2 എഴുതുന്നവരുണ്ട്. പക്ഷേ the actual easiest way to teach them 2 is this. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ വളച്ച് എഴുതേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മളാണ് എന്നിട്ട് 2 ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തത്. ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ 2 ഇങ്ങനെയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് മെത്തേഡ് ടു റൈറ്റ് 2. D curve, sleeping line. D curve, sleeping line. D curve, sleeping line. D curve, sleeping. ഒരുപാട് തുറന്ന D curve അല്ല, ലിറ്റിൽ ക്ലോസ്ഡ്. പതിയെ അവരെ പിന്നീട് ഈ കർവ് കുറച്ചൊന്ന് ചരിച്ചു കൊണ്ടുവന്നാൽ കൊള്ളാം. അത് ആ ചരിവൊക്കെ കുറച്ചും കൂടി ഒരു ഹയർ ക്ലാസ്, അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോൾ ആ ചരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ചു വിട്ടിട്ടും സ്കൂളിൽ പോയി ടീച്ചേഴ്സ് ഇച്ചിരി ചരിച്ചാണ് എഴുതുന്നെങ്കിലും ദേ വിൽ ഗ്രാസ്പ് ഇറ്റ്. അവർക്ക് ജസ്റ്റ് ഒന്ന് ബിഗിനിങ്ങിന് ഹെൽപ്പ് ചെയ്യാനാണ് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത്. ദിസ് ഈസ് ഹൗ യു ഹാവ് ടു ടീച്ച് 2. D curve, sleeping line. D curve, sleeping line. Okay, so we have learned 3 numbers today: 0, 1 and 2. Okay, see you next class. Don't forget to subscribe.